പോകട്ടെ. ടി വി പ്രസാദ് ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. നമുക്കിനി ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാക്കണം. സജു ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നേരത്തെ 8 കണ്ടെയ്നറുകളാണ് കടലിൽ വീണിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 8-ൽ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് കപ്പൽ വീണ്ടും മുങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതേ കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പൽ കൂടി ഇതേ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവശേഷിച്ച 3 ജീവനക്കാരെയും നേവിയുടെ INS സുജാതയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പുണ്ട്. അതേപോലെ MSCയുടെ മറ്റൊരു കപ്പൽ കൂടി അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ കപ്പൽ നിവർത്താൻ കഴിയുന്നില്ല. കപ്പൽ മറുഭാഗത്തേക്ക് അതിൽ ചില ടാങ്കുകളിലൊക്കെ വെള്ളം കയറ്റി അതിൽ നിലവിൽ ചരിഞ്ഞു കിടക്കുന്നതിനെ വലത്തോട്ട് മാറ്റാനുള്ള ശ്രമമാണ്. പ്രേക്ഷകർക്കറിയാം അതത്ര എളുപ്പമല്ല. 400ഓളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 8 കണ്ടെയ്നറുകൾ കടലിൽ തന്നെ വീണിരുന്നു. അവശേഷിക്കുന്ന കണ്ടെയ്നറുകളെ മറുഭാഗത്തേക്ക് മാറ്റാൻ നിലവിൽ അതിന് സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചരിഞ്ഞു കിടന്നിരുന്ന കപ്പൽ ഇപ്പോൾ കൂടുതൽ വെള്ളത്തിലേക്ക് താഴുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിലുള്ള അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, കപ്പൽ മുങ്ങുകയാണെങ്കിൽ അതിൽ നിന്നുള്ള എണ്ണ കൂടി കടലിൽ കടരും. അതൊരു എണ്ണപ്പാട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയുള്ള മത്സ്യസമ്പത്തിനെ അത് ബാധിക്കുകയും ചെയ്യും. അതേസമയം കണ്ടെയ്നറുകൾ കൂടുതൽ മുങ്ങുന്നതിലും അല്പം ആശങ്കയുണ്ട്. 8-ൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിലേക്ക് തെറിച്ചു വീണിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, നേരത്തെ 8 കണ്ടെയ്നറുകളാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതിൽ അല്പം ആശങ്കയായിട്ടുള്ളത് അവർ ജീവനക്കാരെയൊക്കെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു. പരിഭ്രാന്തി വേണ്ട എങ്കിൽ പോലും ഈ കപ്പൽ പൂർണ്ണമായിട്ട് മുങ്ങുന്ന സാഹചര്യത്തിൽ ഒരു എണ്ണപ്പാട ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ജീവന് ഭയമില്ല. മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ടെയ്നറുകളുടെ കാര്യത്തിലും ഒപ്പം അതിലെ എണ്ണയുടെ കാര്യത്തിലുമാണ്. അരുൺ പറഞ്ഞതുപോലെ ജീവജാലങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഇന്ധനമാണ് എന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യം 8 കണ്ടെയ്നറുകൾ എന്ന വിവരമാണ് കടലിലേക്ക് വീണതുമായി ബന്ധപ്പെട്ട് വന്നതെങ്കിൽ സ്വാഭാവികമായി കപ്പൽ മുങ്ങുന്ന ഘട്ടത്തിൽ കൂടുതൽ കണ്ടെയ്നറുകൾ പുറത്തേക്ക് തെറിച്ചു പോകും എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. അതാണ് കുറച്ചുകൂടി ഗൗരവമായി വരുന്നത്. അതെന്തായാലും നമ്മുടെ സംവിധാനങ്ങൾ അത് നോക്കും എന്ന കാര്യം ഉറപ്പാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് നേരത്തെ 8 കണ്ടെയ്നറുകൾ പുറത്തേക്ക് വീണു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ടായത്. ഇനി സ്വാഭാവികമായി കണ്ടെയ്നറുകൾ കൂടുതൽ കടലിലേക്ക് പതിച്ചതുകൊണ്ട് തന്നെ അതിനനുസൃതമായ വലിയ മുൻകരുതലിലേക്ക് സംസ്ഥാനം പോകേണ്ടി വരും എന്നതാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചത് തന്നെയാണ് ഇപ്പോഴും ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. അരുൺ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന 8 കണ്ടെയ്നറുകൾ എത്താനുള്ള സാധ്യത അത് എറണാകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കാണ്. ഒന്നുകൂടി പറഞ്ഞാൽ എറണാകുളത്തിനും കൊല്ലത്തിനും ഇടയ്ക്കാണ് അവർ റെഡായിട്ട് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആലപ്പുഴയും കൊല്ലവുമാണ് ഏറ്റവും സാധ്യതയുള്ള തീരദേശമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്തിനും നേരിയ സാധ്യതയുണ്ട്, അതുപോലെ തൃശ്ശൂരിനും സാധ്യതയുണ്ട്. മറ്റു ഭാഗങ്ങളിൽ വളരെ നേരിയ സാധ്യത മാത്രമാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. ഓരോ നിമിഷവും ദുരന്ത നിവാരണ അതോറിറ്റി ഈ അറിയിപ്പുകൾ പറയുന്നുണ്ട്. ഈ പെട്ടി കാണുകയാണെങ്കിൽ അത് പോലീസിനെ അറിയിക്കണം, അത് തൊടാൻ പാടില്ല, അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അടിക്കടി കൊടുക്കുന്നുണ്ട്. വാർത്താമാധ്യമങ്ങൾ വളരെ സജീവമായി അത് ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും അറിയിക്കുന്നുണ്ട്. തീരദേശ പഞ്ചായത്തുകൾക്ക് ഇന്നലെ തന്നെ വിവരം കൊടുത്തിട്ടുണ്ട്. തീരദേശ പഞ്ചായത്തും തീരദേശ വില്ലേജ് ഓഫീസും തീരദേശ പോലീസ് സ്റ്റേഷനുകളും എല്ലാം കേന്ദ്രീകരിച്ചും മത്സ്യത്തൊഴിലാളികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുമെല്ലാം ഈ വിവരം ഇതിനകം തന്നെ പാസ് ചെയ്തിട്ടുണ്ട്. തീരദേശവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ ആളുകളും ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും ഉറപ്പിക്കുന്നത്. പക്ഷേ എന്നാലും അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 8 കണ്ടെയ്നറുകൾ കൂടുതൽ കണ്ടെയ്നറുകൾ കപ്പലിൽ പതിക്കുന്ന ഒരു സാഹചര്യം അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. പക്ഷേ നിലവിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് തീരപ്രദേശത്ത്. പ്രേക്ഷക സ്ഥിതിക്ക് ഏറ്റവും ഒടുവിൽ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയിരിക്കുന്ന സാധ്യതാ ഭൂപടത്തിൽ എറണാകുളത്തിന് തെക്കോട്ടുള്ള ഭാഗത്താണ് കൂടുതലും ഈ കണ്ടെയ്നറുകൾ വന്നടിയാനുള്ള സാധ്യതയുള്ളത്. ഇന്നലെ രാത്രി മുഴുവൻ ഈ കപ്പൽ എങ്ങനെയെങ്കിലും നിവർത്താൻ കഴിയുമോ എന്നുള്ള ആലോചനയിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് MSCയുടെ തന്നെ മറ്റൊരു കപ്പൽ അവിടേക്ക് എത്തിയത്. പക്ഷേ അതത്ര എളുപ്പമല്ല.